ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അതിന്റെ പ്രോബ്ലം ആണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. വാട്ട് യു മീൻ ബൈ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? ക്യാൻസലേഷൻ ഓഫ് ഷെയർസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ചില ഷെയർ ഹോൾഡേഴ്സ് ഫസ്റ്റ് കോളും അല്ലെങ്കിൽ സെക്കൻഡ് കോളും ഒന്നും അടയ്ക്കാത്ത സാഹചര്യം വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവരുടെ എമൗണ്ട് എന്ത് ചെയ്യും, അവരുടെ ഷെയർസ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ജേർണൽ എൻട്രി നമുക്ക് നോക്കാം. ആ പാറിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്നാണ്. സോ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ഷെയറിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ അവർ എത്രയാണോ ഷെയറിന് അടച്ച പൈസയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പെയ്ഡ് അപ്പ് എമൗണ്ട് ആണ് ടു ഷെയർ ഫോർഫീച്ചർ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് എഴുതുന്നത്. ഇനി അതുപോലെ തന്നെ ടു ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അൺകോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എൻട്രി ചെയ്യുന്നത് ടു ഷെയർ അലോട്ട്മെന്റ്. ഇനി ഫസ്റ്റ് കോൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കോൾ എന്നും സെക്കൻഡ് കോൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് കോൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടിയിലേക്ക് എഴുതി പോകും. ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ നേരെ ആ പ്രീമിയം കൂടെ എന്ത് ചെയ്യും, കയറി വരും. സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് നമുക്ക് കിട്ടിയ എമൗണ്ട്, ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഓർ ടു ഷെയർ കോൾസ് അക്കൗണ്ട് നമുക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എഴുതുന്നത് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ഹോണ്ട ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 equity shares of 100 each payable as follows: 20 on application, 30 on allotment, 20 on first call, 30 on second and final call ആണ്. 10,000 shares were applied and allotted. The all money due was received with the exemption of both calls of 300 shares by Supriya. അതായത് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും, ഫസ്റ്റ് കോളും ലാസ്റ്റ് കോളും ആ ഒരു എമൗണ്ട് മാത്രം എന്ത് ചെയ്തിട്ടില്ല, സുപ്രിയ അടച്ചിട്ടില്ല. ബാക്കി എല്ലാം ഫുള്ളി പെയ്ഡ് ആണ്. ആ ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രിയയുടെ 300 ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നമ്മളുടെ എൻട്രി, നമ്മുടെ ഷെയർ അലോട്ട്മെന്റ് വരെ എന്താണ്, നല്ല രീതിയിൽ തന്നെ പോകും. പക്ഷേ ഷെയർ ഫസ്റ്റ് കോളിലും സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ടിൽ എന്ത് ചെയ്യത്തില്ല, ഫുൾ എമൗണ്ട് റിസീവ് ചെയ്യത്തില്ല. 300 ഷെയറിന്റെ എമൗണ്ട് എന്ത് ചെയ്യത്തില്ല, നമുക്ക് റിസീവ് ചെയ്യത്തില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഷെയർ ആപ്ലിക്കേഷൻ നോക്കാം. നമ്മൾ 10,000 ഷെയർസ് ആണ്. അപ്പൊ 10,000 into 20 എന്ന് പറയുന്ന 2 lakh rupees ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഷെയർ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ട് എൻട്രി, നിങ്ങൾക്ക് നോക്കാം. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ 2 lakh rupees. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെയർ ആപ്ലിക്കേഷനെ ഷെയർ ക്യാപിറ്റലോട്ട് മാറ്റുന്നു. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakh rupees നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് നമുക്കറിയാം, അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റിന് 30 രൂപയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോ 10,000 into 30 3 ലക്ഷം രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 ലക്ഷം രൂപ ഡ്യൂ ആയി. ഇനി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് 3 ലക്ഷം രൂപ, അതും എന്തായി, സെറ്റായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് കോൾ ആണ്. ഫസ്റ്റ് കോൾ നമുക്ക് എമൗണ്ട് ആയിട്ട് റിസീവ് ചെയ്യുന്നത് 20 rupees ആണ് ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നത് 2 lakh ആയിരിക്കും. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ 2 lakh എന്തായി, ഡ്യൂ ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ അത് മൊത്തം എമൗണ്ട് എന്ത് ചെയ്യത്തില്ല, നമുക്ക് റിസീവ് ചെയ്യത്തില്ല. എക്സെപ്റ്റ് 300 ഷെയർസ്, 300 ഷെയറിന്റെ പൈസ നമുക്ക് എന്ത് ചെയ്യത്തില്ല, റിസീവ് ചെയ്യത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 300 into 20 എത്ര രൂപയായിരിക്കും, 6,000 രൂപ നമുക്ക് എന്ത് ചെയ്യത്തില്ല, റിസീവ് ചെയ്യത്തില്ല. സോ റിസീവ് ചെയ്യുന്ന എമൗണ്ട് 2 lakhൽ നിന്ന് 6,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അത് 1,94,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് കോൾ നോക്കാം. ലാസ്റ്റ് കോളിന് 30 രൂപയാണ്. അപ്പൊ 3 ലക്ഷം രൂപയാണ് നമുക്ക് റിസീവ് ചെയ്യേണ്ടത്. പക്ഷേ 3 ലക്ഷം രൂപ നമുക്ക് എന്താവുന്നത്, ഡ്യൂ ആവുന്നുണ്ട്. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 3 ലക്ഷം ഡ്യൂ ആവുന്നുണ്ട്. പക്ഷെ റിസീവ് ചെയ്യുന്നത് 300 into 30 9,000 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് റിസീവ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 2,91,000 രൂപ എഴുതിയിരിക്കുന്നു, 9,000 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട്. ഇനിയാണ് നമ്മളുടെ ലാസ്റ്റ് ജേർണൽ എൻട്രി, ഷെയർ ഫോർഫീച്ചറിന്റെ ജേർണൽ എൻട്രി. ഷെയർ ഫോർഫീച്ചർ ജേർണൽ എൻട്രി ഞാൻ പറഞ്ഞു, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഷെയറിന്റെ മൊത്തം പൈസ എഴുതണം. അതായത് 300 into 100 30,000 രൂപ നമ്മൾ എഴുതണം. ആ 30,000 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഈ 30,000. ദെൻ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഫസ്റ്റ് കോൾ നമുക്ക് കിട്ടാത്ത എമൗണ്ട് 6,000 രൂപ എഴുതി. ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് കോൾ നമുക്ക് കിട്ടാത്ത എമൗണ്ട് നമ്മൾ എഴുതി, അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് എഴുതി. ഇനി ടു ഷെയർ ഫോർഫീച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഈ 2 ഷെയർസിലും നമുക്ക് കിട്ടിയ എമൗണ്ട് ഉണ്ട്. അതായത് നമുക്ക് ഷെയർ ആപ്ലിക്കേഷനും ഷെയർ അലോട്ട്മെന്റിലും കിട്ടിയ എമൗണ്ട് ഉണ്ട്. അതാണ് 30,000ന്റെ ബാക്കി പൈസ 15,000 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. ആ 15,000 നമ്മൾ എന്ത് ചെയ്തു, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇതാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ഫോർഫീച്ചറിന്റെ അക്കൗണ്ടുകൾ ചെയ്യുന്നത്, ജേർണൽ എൻട്രി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക് പഠിച്ചോളാം. താങ്ക് യു സോ മച്ച്.